ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളെല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ രാവിലെ തന്നെ ഇടിയപ്പവും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അതിന് ശേഷമാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇടിയപ്പവും കടലക്കറിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കേട്ടോ. അപ്പോൾ ഒരു ആപ്പിളും കുറച്ച് മുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പഴമുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെ വെച്ചതൊക്കെ ഫ്രൂട്ട്സൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കട്ട കെട്ടാതെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ കട്ടയെല്ലാം ഉടച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ അടുപ്പിൽ പാല് തിളയ്ക്കാനും വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ് എടുത്തത്. അപ്പോൾ അത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലിൽ കസ്റ്റാർഡും കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡറിൽ വാനിലയുടെ ഒക്കെ ഫ്ലേവർ ഉള്ളതാട്ടോ. പിന്നെ ഇതിലേക്ക് ഇനി വേറെ ഒന്നും ചേർക്കണ്ട, ഈ പൗഡർ മാത്രം മതി. അപ്പോൾ ഈ പാലിങ്ങനെ തിളച്ച് പൊങ്ങി വരണ്ട കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ചൂടായിട്ട് വരുമല്ലോ, തിളയ്ക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാമല്ലോ. നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ഈ പൊടി കലക്കിയത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പൊടി കലക്കിയത് ഒഴിക്കുമ്പോഴത്തേനും തീ സിമ്മിലാക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. അപ്പോൾ ഇത് തീ സിമ്മിലാക്കിയിട്ട് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ എടുക്കാതെ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോകും. പിന്നെ നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഇങ്ങനെ കുറുക്കി എടുത്താൽ മതി. കസ്റ്റാർഡ് എല്ലാവർക്കും കസ്റ്റാർഡൊക്കെ കുറുക്കിയെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ പിന്നെ അതങ്ങനെ കുറുക്കിയിട്ട് നമ്മുടെ കൺസിസ്റ്റൻസി പാകാവണവരെയും കുറുക്കിയെടുക്കണം. അതിന് മുമ്പായിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അതങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോർ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് വാനില എസൻസും കൂടി ചേർക്കണം ഫ്ലേവറിന് വേണ്ടിയിട്ട്. അങ്ങനെയും ചെയ്തെടുക്കാം. ഈ കസ്റ്റാർഡ് പൗഡറിനൊന്നും അധികം വിലയൊന്നുമില്ല, എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാനൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ വേനലൊക്കെ അല്ലേ, അപ്പോൾ ഇതൊക്കെ ഒരു പാക്കറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും നല്ല സന്തോഷമാവും, നമുക്കും നല്ല സന്തോഷമാവും. നല്ലൊരു റിഫ്രഷിങ് ആയിരിക്കും നമുക്ക് ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ. അങ്ങനെ ഇതിൻ്റെ ഒരു കുറുകലിൻ്റെ പാകം, ഇത് ഒരുപാട് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഒരു ലൂസ്, കുറച്ച് ഇങ്ങനെ ഒരു ചെറിയൊരു ലൂസ് പരുവത്തിൽ ആകുമ്പോൾ തന്നെ നമുക്കിത് തീ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ഇരിക്കും തോറും വീണ്ടും ഇതിങ്ങനെ കുറുകി വരും. അങ്ങനെ അത് കുറുകി തീയൊക്കെ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വയ്ക്കാവുള്ളൂ. പിന്നെ ഉച്ചക്കത്തേക്ക് മീനായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഫ്രൈ ചെയ്യാനും കറി വയ്ക്കാനൊക്കെ ആയിട്ട് എടുത്തതാണ്. പിന്നെ ഒരു ബീട്രൂട്ട് അരിഞ്ഞതും വെച്ചിട്ടുണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഉച്ചക്കത്തേക്ക് അതൊക്കെ റെഡിയാക്കി കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ കസ്റ്റാർഡിൻ്റെ പണി നമ്മൾ രാവിലെ ചെയ്ത് വയ്ക്കണം കേട്ടോ. രാവിലെ തൊട്ട് ചെയ്താലാണ് അത് ചൂടാറി പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുത്തൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു ആപ്പിളും പേരയ്ക്കയും കണ്ടില്ലേ, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ പഴം എടുത്ത് വച്ചിരുന്നത്, ഇപ്പോൾ ഞാനിത് കസ്റ്റാർഡ് ഉണ്ടാക്കണമെന്നൊന്നും മോനറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവനിതിലെ പോയ വഴിക്ക് ആ പഴം എടുത്ത് കഴിച്ചായിരുന്നു. അപ്പോഴാണ് എൻ്റെ കസ്റ്റാർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ മുകളിൽ ഇവിടെ 2 പേരമരമുണ്ട്. ഒരെണ്ണം വൈറ്റ് കളറും ഒരെണ്ണം പിങ്ക് കളറും പേരയ്ക്ക ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിൽ പോയി നോക്കിയപ്പോൾ പേരയ്ക്ക കിട്ടി. അപ്പോൾ പിന്നെ ആ പേരയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ആപ്പിളും കൂടി എക്സ്ട്രാ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ തണുക്കാൻ വെച്ചിരുന്ന കസ്റ്റാർഡും നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുത്തപ്പോൾ അത് ഒന്നുകൂടി കുറുകിയും വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 5-10 മിനിറ്റ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫ്രൂട്ട്സും ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നാണ്, കസ്റ്റാർഡും ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇനിയും തണുപ്പിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ നമുക്കത് സെർവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ വേനൽക്കാലത്താണെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രിങ്കുകളും അതൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു നമുക്ക് മനസ്സിന് നല്ലൊരു സുഖം കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അങ്ങനെ ഞാനത് സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ എല്ലാവരും വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാനത് ഗ്ലാസ്സിൽ പകർത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കസ്റ്റാർഡൊക്കെ കഴിച്ചു. നമുക്കിത് സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാം.
അങ്ങനെ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.